ഗൈസ്, വെൽക്കം ബാക്ക് ടു ലിറ്റിൽ ഹാർട്ട്. ഇന്നത്തെ വീഡിയോ നമുക്ക് 4 ബാക്ക് ടു സ്കൂൾ ഐറ്റംസ് ഉണ്ടാക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഉണ്ടാക്കുന്നത് മെമോ പാഡാണ്. അപ്പോൾ അതിനാദ്യം തന്നെ ഞാൻ മെമോ പാഡ് ഒട്ടിക്കാൻ ഇങ്ങനത്തെ ഒരു കാർഡ്ബോർഡൊക്കെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അതൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ നമ്മുടെ ഒരു മെമോ പാഡ് നമുക്ക് എന്താ ബ്രെഡ് വേണമെങ്കിൽ ബ്രെഡ് അങ്ങനെ ഒരു പടം നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ഓക്കെ, അങ്ങനെ ഞാൻ മെമോ പാഡ് ഒരു ബ്രെഡ് ഷെയ്ഡിൽ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാവേ. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തൊന്ന് കളർ അടിച്ച് കൊടുക്കാവേ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വാട്ടർ കളർ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് കളർ അടിച്ചു കൊടുത്തിട്ട് കാണാം. അപ്പോൾ ഇത് നമ്മുടെ മെമോ പാഡ് നമ്മളിവിടെ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് നൂത്തിവിടെ വയ്ക്കാവേ. ഞാൻ മൊത്തം 4 ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേളെ കൂടെ ഒന്ന് ടേപ്പ് ഒട്ടിച്ചെടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ മെമോ പാഡ്സിൻ്റെ മണ്ടയിൽ ഇങ്ങനത്തെ ഡബിൾ സ്റ്റൈഡോ അങ്ങനെ ഒരു ടേപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ക്രിസ്മസ് ആക്കാൻ ബ്രൗൺ കളർ വാഷിൻ ടേപ്സൊക്കെ കിട്ടും കടയിൽ. അപ്പോൾ അതൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ഒരു ഈ കാർഡ്ബോർഡിൽ നമുക്കിതൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് കാണാം. ഓക്കെ, ഇത് അങ്ങനെ നമ്മൾ ഒട്ടിച്ചു. പിന്നെ മണ്ടയിലായിട്ട് മെമോ പാഡ്സ് എഴുതിയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ രണ്ടാമത്തെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റിക്കി നോട്ട്സ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ഇത് ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ആ പേപ്പറിലേക്ക് ഒരു ഡിസൈൻസ് ഇങ്ങനെ വരച്ചു കൊടുക്കാം. സ്റ്റിക്കി നോട്ടിൽ പറ്റിയ ഡിസൈൻസ് അത് നമുക്ക് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ സ്റ്റിക്കി നോട്ട്സിലുള്ള ഷെയ്ഡ്സ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുക്കാവേ. നെക്സ്റ്റ് നമുക്ക് ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ ഏതെങ്കിലും 2 കളേഴ്സ് ചൂസ് ചെയ്തിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ ഇതെനിക്ക് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെനിക്കത്തെ ബോട്ടിലുള്ള സ്പ്രേയോ വാട്ടോ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ആ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ നമ്മൾ ഇവിടെ ഈ ഒരു നമ്മൾ സ്റ്റിക്കി നോട്ട്സിന് വേണ്ടി വരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പേപ്പേഴ്സിൽ നമ്മളൊന്ന് എടുത്താക്കി കൊടുത്തു. നെക്സ്റ്റ് നമുക്ക് ഇത് ഉണങ്ങി വരുന്ന സമയം കൊണ്ടൊന്ന് കീറാതെ ഇത് മെല്ലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ ക്യൂട്ട് സ്റ്റിക്കി നോട്ടും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ സ്റ്റിക്കി നോട്ടും റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ തേർഡ് ക്രാഫ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെയിം സ്ലിപ്സ് ആണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് നെയിം സ്ലിപ്സിൻ്റെ അളവിൽ 2 പേപ്പേഴ്സ് കെട്ടിയെടുക്കണം. ഇപ്പോൾ 2 ഉണ്ടാക്കുന്നുള്ളൂ. നെക്സ്റ്റ് ഇത് ഞാൻ അതിൻ്റെ സൈഡിലായിട്ട് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനെന്താ ഈ ഒരു ബലൂണിൻ്റെ സ്റ്റിക്കേഴ്സാണ് ഒന്നാമത്തെ നെയിം സ്ലിപ്പിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് രണ്ടാമത്തെ നെയിം സ്ലിപ്പിൽ ഞാൻ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു പൂച്ചക്കുട്ടിയുടെ സ്റ്റിക്കറാണ് ഒട്ടിക്കാൻ പോണ്. അപ്പോൾ നമ്മൾ രണ്ടിലും നമ്മൾ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നെയിംസൊക്കെ എഴുതിയിട്ട് കാണാവേ. അപ്പോൾ അതേ നമ്മൾ നെയിമും ക്ലാസ്സും എല്ലാം ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിലായിട്ട് എന്തെങ്കിലും ബോർഡ് ലൈൻസും കൂടെ വെച്ച് നോക്കാവേ. അപ്പോൾ ഇത് നമ്മൾ സൈഡിൽ ബോർഡ് ലൈൻസും വരച്ച് നമ്മുടെ ക്യൂട്ടായിട്ടുള്ള നെയിം സ്ലിപ്സ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ നെക്സ്റ്റ് 4ാമത്തെ ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 4ാമത്തെ ഐറ്റം ഒരു സ്റ്റിക്കറാണ്. അപ്പോൾ ഇത് നമ്മൾ സ്റ്റിക്കർ വരയ്ക്കാനായിട്ടൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പേപ്പറിൽ സ്റ്റിക്കേഴ്സ് വരച്ചെടുക്കാവേ. അപ്പോൾ ഞാൻ സ്റ്റിക്കേഴ്സ് വരച്ചെടുത്തിട്ടുണ്ട്. അത്ര ക്യൂട്ടൊന്നും ഇല്ല എങ്കിലും ഞാൻ ഏകദേശമൊക്കെ ഒരു സ്റ്റിക്കർ വരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് സ്റ്റിക്കേഴ്സ് വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് കളർ ചെയ്യാവേ.
അങ്ങനത്തെ നമ്മുടെ സ്റ്റിക്കേഴ്സ് വരച്ചെടുത്തിട്ടുണ്ട്. വരച്ചപ്പോൾ കുറച്ചൊന്ന് കൊളമായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിക്കേഴ്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ സ്റ്റിക്കേഴ്സൊക്കെ വരച്ച് സെറ്റാക്കി കളേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.